തലസ്ഥാന നഗരിയിലെ VIP മണ്ഡലമായ വട്ടിയൂർക്കാവിൽ തിരഞ്ഞെടുപ്പ് ചൂട് പാരവത്തിലെത്തി നിൽക്കെ രാഷ്ട്രീയ നേതാക്കൾ തമ്മിലുള്ള വാക്പോര് പുതിയ തലങ്ങളിലേക്ക് കടക്കുന്നു. മണ്ഡലത്തിൽ BJPയും CPIയും തമ്മിൽ രഹസ്യധാരണയുണ്ടെന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി കെ മുരളീധരന്റെ ആരോപണമാണ് ഇപ്പോൾ വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിരിക്കുന്നത്. വട്ടിയൂർക്കാവിലെ BJP സ്ഥാനാർത്ഥി ആർ ശ്രീലേഖയ്ക്ക് വേണ്ടി പകൽ പ്രവർത്തിക്കുന്ന BJP കൗൺസിലർമാർ രാത്രികാലങ്ങളിൽ LDF സ്ഥാനാർത്ഥി VK പ്രശാന്തിനൊപ്പമാണെന്നായിരുന്നു മുരളീധരന്റെ ആഞ്ഞടിക്കൽ. ഈ ആരോപണം മണ്ഡലത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷത്തെ പെട്ടെന്ന് തന്നെ കലുഷിതമാക്കി. മുരളീധരന്റെ ആരോപണത്തിന് മറുപടിയുമായി BJP സ്ഥാനാർത്ഥി ആർ ശ്രീലേഖ നേരിട്ട് രംഗത്തെത്തി. കെ മുരളീധരന് ധൈര്യമുണ്ടെങ്കിൽ ആരോപണ വിധേയനായ കൗൺസിലറുടെ പേര് വെളിപ്പെടുത്തട്ടെ എന്ന് അവർ വെല്ലുവിളിച്ചു. വെറും വായുവിൽ തൊടുത്തുവിടുന്ന ആരോപണങ്ങൾക്ക് സ്ഥാനമില്ലെന്ന് അവർ ഓർമ്മിപ്പിച്ചു. തിരഞ്ഞെടുപ്പിലെ പരാജയം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് കോൺഗ്രസ് ഇത്തരം വിവാദങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് ശ്രീലേഖ കുറ്റപ്പെടുത്തി. തോൽവിക്ക് മുന്നോടിയായി അവർ എന്തെങ്കിലും വിവാദങ്ങൾ ഉണ്ടാക്കും. തോറ്റു കഴിഞ്ഞാലും അക്കാര്യം പറയാമല്ലോ. ഈ ഡീലാരോപണം പരാജയത്തിന് മുന്നോടിയായുള്ള മുൻകൂർ ജാമ്യമെടുക്കലാണെന്ന് അവർ പരിഹസിച്ചു. തന്റെ കൂടെ നിൽക്കുന്ന കൗൺസിലർമാർ ആരൊക്കെയെന്ന് തനിക്ക് വ്യക്തമായി അറിയാമെന്നും ശ്രീലേഖ പറഞ്ഞു. തനിക്ക് വേണ്ടി കൗൺസിലർമാർ ആത്മാർത്ഥമായി വോട്ട് പിടിച്ചു നൽകുമെന്നും തന്റെ വിജയത്തിൽ യാതൊരു സംശയമില്ലെന്നും മുൻ DGP കൂടിയായ ശ്രീലേഖ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. അതേസമയം കോൺഗ്രസിനെതിരെ തിരിച്ചടി നൽകിക്കൊണ്ട് LDFും രംഗത്തെത്തി. കോൺഗ്രസ് BJP ഡീലിലെ മുഖ്യ കഥാപാത്രം കെ മുരളീധരനാണെന്ന് AA റഹീം MP ആരോപിച്ചു. തൃശൂരിൽ BJPയുമായി ഡീൽ നടത്തിയത് കെ മുരളീധരനാണെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ തുറന്നടിച്ചു. വട്ടിയൂർക്കാവിൽ യഥാർത്ഥ മത്സരം നടക്കുന്നത് CPIയും BJPയും തമ്മിലാണെന്ന് റഹീം അവകാശപ്പെട്ടു. കോൺഗ്രസ് ഇവിടെ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുമെന്നും അതിന്റെ പരിഭ്രാന്തിയാണ് മുരളീധരൻ പ്രകടിപ്പിക്കുന്നതെന്നും അദ്ദേഹം പരിഹസിച്ചു. LDF സ്ഥാനാർത്ഥി VK പ്രശാന്തും ആരോപണങ്ങളെ ശക്തമായി തള്ളിക്കളഞ്ഞു. താൻ പരാജയം ഉറപ്പിച്ചു കഴിയുമെന്ന ബോധ്യമാണ് മുരളീധരനെ ഇത്തരം വിചിത്രമായ ആരോപണങ്ങളിലേക്ക് നയിക്കുന്നതെന്ന് പ്രശാന്ത് പ്രതികരിച്ചു. വട്ടിയൂർക്കാവിലെ ജനങ്ങൾ വികസനത്തിനൊപ്പമാണെന്ന് അദ്ദേഹം പറഞ്ഞു. തോറ്റതിനു ശേഷം പറയാൻ പോകുന്ന ന്യായീകരണം ഇപ്പോഴേ പറഞ്ഞു തുടങ്ങുന്നതായി കണക്കാക്കിയാൽ മതി മുരളീധരന്റെ വാക്കുകളെന്ന് പ്രശാന്ത് കൂട്ടിച്ചേർത്തു. വട്ടിയൂർക്കാവിൽ ഇത്തവണ LDFന് അനുകൂലമായ തരംഗമാണുള്ളതെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളും സ്ഥാനാർത്ഥികളുടെ വ്യക്തിപ്രഭാവവും ചർച്ച ചെയ്യേണ്ടതിന് പകരം ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിക്കാനാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നു. വട്ടിയൂർക്കാവ് തിരിച്ചുപിടിക്കാൻ മുരളീധരൻ ഇറങ്ങിയത് മുതൽ തുടങ്ങിയ വാക്പോരാണിത്. കഴിഞ്ഞ ഉപതിരഞ്ഞെടുപ്പിൽ VK പ്രശാന്ത് നേടിയ അട്ടിമറി വിജയം ആവർത്തിക്കാനാണ് LDF ശ്രമിക്കുന്നത്. എന്നാൽ മുരളീധരന്റെ വരവോടെ മണ്ഡലത്തിൽ ശക്തമായ ത്രികോണ മത്സരം ഉറപ്പായിരിക്കുകയാണ്. BJP സ്ഥാനാർത്ഥിയായി ആർ ശ്രീലേഖ എത്തിയത് മണ്ഡലത്തിലെ വോട്ട് വിഹിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് കരുതപ്പെടുന്നു. രാത്രികാലങ്ങളിൽ ഈ രഹസ്യ യോഗങ്ങളെക്കുറിച്ചുള്ള മുരളീധരന്റെ പരാമർശം മണ്ഡലത്തിലെ BJP പ്രവർത്തകർക്കിടയിലും അമർഷമുണ്ടാക്കിയിട്ടുണ്ട്. തങ്ങളുടെ കൗൺസിലർമാരെ സംശയത്തിന്റെ നിഴലിലാക്കി പാർട്ടിക്കുള്ളിൽ ഭിന്നത ഉണ്ടാക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്ന് BJP നേതൃത്വം ആരോപിക്കുന്നു. വട്ടിയൂർക്കാവിലെ വോട്ടർമാർ രാഷ്ട്രീയ പ്രബുദ്ധരാണെന്നും ഇത്തരം തരം താണ ആരോപണങ്ങൾ വിലപ്പോകില്ലെന്നും 3 മുന്നണികളും അവകാശപ്പെടുന്നു. എന്നിരുന്നാലും വോട്ട് ചോർച്ച തടയാൻ ഓരോ പാർട്ടിയും തങ്ങളുടെ പ്രവർത്തകർക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. BJP വോട്ടുകൾ CPIന് മറിയുമോ അതോ കോൺഗ്രസിന് ലഭിക്കുമോ എന്നതിനെ ആശ്രയിച്ചിരിക്കും വട്ടിയൂർക്കാവിലെ ഫലം. അതുകൊണ്ട് തന്നെ ഓരോ സ്ഥാനാർത്ഥിയും എതിരാളികൾ തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ട് ആരോപിക്കുന്നതിൽ മത്സരിക്കുകയാണ്. കെ മുരളീധരൻ ഉയർത്തിയ പേര് വെളിപ്പെടുത്തൽ വെല്ലുവിളി വരും ദിവസങ്ങളിൽ മണ്ഡലത്തിൽ കൂടുതൽ ചർച്ചയാകും. മുരളീധരൻ തെളിവുകൾ പുറത്തുവിടുമോ അതോ ഇതൊരു രാഷ്ട്രീയ ആരോപണമായി മാത്രം അവശേഷിക്കുമോ എന്ന് കണ്ടറിയണം. സോഷ്യൽ മീഡിയയിലും വട്ടിയൂർക്കാവിലെ ഡീൽ ആരോപണം ചൂടേറിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. ട്രോളുകളും വീഡിയോകളുമായി അണികൾ പരസ്പരം പോരടിക്കുകയാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കർശന നിരീക്ഷണത്തിലാണ് മണ്ഡലം ഇപ്പോൾ. നഗരസഭാ കൗൺസിലർമാരുടെ നിലപാട് തിരഞ്ഞെടുപ്പിൽ നിർണായകമാണ്. അതുകൊണ്ട് തന്നെ കൗൺസിലർമാരെ കേന്ദ്രീകരിച്ചുള്ള ആരോപണങ്ങൾ ഗൗരവകരമാണ്. വാർഡ് തലത്തിലുള്ള സ്ക്വാഡ് പ്രവർത്തനങ്ങൾ ഇതിനകം ഊർജിതമാക്കിയിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുന്നതുവരെ ഈ ഡീൽ ആരോപണങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ സജീവമായി നിലനിൽക്കും. വട്ടിയൂർക്കാവിലെ ജനവിധിയെ ഈ വാക്പോരുകൾ എങ്ങനെ ബാധിക്കുമെന്നത് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന കാര്യമാണ്. ത്രികോണ മത്സരത്തിൽ നേരിയ വോട്ടിന്റെ വ്യത്യാസത്തിൽ വിജയം നിർണ്ണയിക്കപ്പെടുന്ന മണ്ഡലമായതിനാൽ ഓരോ ആരോപണവും വോട്ടർമാരുടെ തീരുമാനത്തെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ജാഗ്രതയോടെയാണ് ഓരോ മുന്നണിയും കരുക്കൾ നീക്കുന്നത്. ചുരുക്കത്തിൽ വട്ടിയൂർക്കാവ് ഒരു രാഷ്ട്രീയ യുദ്ധഭൂമിയായി മാറിയിരിക്കുകയാണ്. ആരോപണങ്ങൾക്കും പ്രത്യാരോപണങ്ങൾക്കും ഇടയിൽ വികസനവും രാഷ്ട്രീയവും ഒരുപോലെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ അന്തിമ വിജയം ആർക്കൊപ്പം നിൽക്കുമെന്ന് അറിയാൻ ഫലപ്രഖ്യാപനം വരെ കാത്തിരിക്കേണ്ടി വരും.